ഈസണും സ്വയം മറക്കുകയാണെങ്കിൽ പോലും അവളെ മറന്ന് കളയുകയില്ല എന്ന വാക്ക് നൽകിയിട്ടായിരുന്നു അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരാള് ഒരു എഴുത്തൊക്കെ എഴുതുന്നത് കാണിക്കുകയാണ്. അതായത് അവരുടെ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയാകട്ടെ അയാളുടെ അമ്മയുടെ തന്നെ അടക്കിയ സ്ഥലമൊക്കെ നശിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അയാളും ഒരു കാത്തലിക്കൊക്കെ ആയിരുന്നു. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒന്നിച്ചിരുത്തിയതിനു ശേഷം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള അവിശ്വാസങ്ങളൊക്കെ പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ ഒരു വിഭാഗക്കാർ ചെയ്യുന്നത്. പലയിടങ്ങളിലുമായിട്ട് അവർ പല പല മീറ്റിംഗും നടത്താറുണ്ട്. ഇതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ അവരുടെ ആ ഒരു നാടിനെ തന്നെ ഇവർ നശിപ്പിക്കുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പല കത്തുകളും ഉയരുന്നത്. അതുപോലെ തന്നെ ആളുകൾ പലരും കാത്തോലിക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി കൊല്ലുകയും ചെയ്യുന്നു. അവരുടെ അടുത്തുള്ള നാട്ടില് വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെ ആയിരുന്നു അത്. മാത്രമല്ല പല പല ആൾക്കാർ കൊല്ലപ്പെടുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവരുടെ നാട്ടിലും ഇതേ കാര്യം വരുമോ എന്ന പേടിയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ആ നാട്ടിലുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ഈസന്റെ അച്ഛനോടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈസന്റെ അച്ഛനും ത്യാഗം അനിവാര്യമാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരാൾ മാത്രമേ അങ്ങനെ കൊല്ലപ്പെടുകയുള്ളൂ എന്ന കാര്യവും പറയുന്നു. അങ്ങനെ അവരും വോൾഷിമിനെ ഒറ്റുകൊടുക്കുകയാണ്. വോൾഷിമും ഒരു കാത്തലിക് വിശ്വാസിയാണെന്നുള്ള രീതിയിൽ ആൾക്കാരെല്ലാവരും തന്നെ അവളുടെ പേരൊക്കെ വിളിച്ചു പറയുന്നു. ആ ഒരു ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ സ്വന്തം ജീവൻ രക്ഷിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ അവളുടെ പേരൊക്കെ പറഞ്ഞിട്ടുള്ളത്. രാജാവിന്റെ ഗാർഡ്സും ഈ ഒരു ലോക്കറ്റൊക്കെ നിനക്ക് ആരാണ് നൽകിയതെന്ന് ചോദിച്ചുകൊണ്ട് ഈസർ നൽകിയിട്ടുണ്ടായിരുന്ന ലോക്കറ്റൊക്കെ അവളെ കാണിച്ചു കൊടുക്കുന്നു. അത് ആരാണ് നൽകിയതെന്ന് പറയുകയാണെങ്കിൽ അവളെ വെറുതെ വിടാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവളും അത് ആരാണ് നൽകിയതെന്ന് തുറന്നു പറയുവാനായിട്ട് തയ്യാറാകുന്നില്ല. അത് അവളുടേത് മാത്രമാണെന്ന് പറഞ്ഞു നിൽക്കുന്നു. അവനും നാട്ടിലേക്ക് തിരിച്ചെത്തിയ അന്നായിരുന്നു അവളെ കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവനും വിവരമറിഞ്ഞ സ്ഥലത്തേക്കൊക്കെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവളും മരിക്കുന്ന കാഴ്ചയായിരുന്നു അവൻ കണ്ടതും. അവളെ രക്ഷിക്കുവാനായിട്ട് അവന് സാധിച്ചേയില്ല. പ്രണയത്തിന് ആരെയും രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഏതൊരു മനുഷ്യനെയും കൂടുതൽ അശക്തനാക്കുന്നതാണ് പ്രണയം എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും പ്രണയത്തിന് ഒരാളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്ന കാര്യം ഞാൻ നിനക്ക് തെളിയിച്ചു തരാമെന്ന് അവൻ പറഞ്ഞതിനെ കുറിച്ചും അവൻ ഇപ്പോൾ ഓർക്കുന്നു. അവൾ കൺമുമ്പിൽ മരിച്ചിട്ടുണ്ടായിരുന്ന കാഴ്ചയൊക്കെ കാണുന്ന അവനും പ്രതികാരം ചെയ്യണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പോലും അവൻ അപ്പോൾ കൊന്നു കളയുകയാണ്. ദൈവമുള്ളത് സ്വർഗത്തിലാണ് എങ്കിൽ എനിക്ക് അവിടേക്ക് പോകുവാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിലായിട്ട് അവൻ ആത്മഹത്യയും ചെയ്യുന്നു. ഗോൺ ഇത്രയും കാര്യങ്ങൾ സ്വപ്നത്തിൽ കണ്ടതായിരുന്നു. അവൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അടുത്ത ഡോഹി കിടക്കുന്നതൊക്കെ കാണുന്ന അവനും നിന്നെ കൊന്നത് ഞാൻ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. എന്റെ വിശ്വാസം കാരണമായിരുന്നു നീ മരിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറയുകയാണ്. അവളും അവന്റെ ഫേവറേറ്റ് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ ആകെ മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും എന്താണ് നിനക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും അന്വേഷിക്കുന്നു. അപ്പോഴായിരുന്നു ഞാൻ മനുഷ്യനായിട്ടിരുന്ന സമയത്തെ കാര്യങ്ങളെല്ലാം തന്നെ സ്വപ്നത്തിലൂടെ ഞാൻ കണ്ടു എന്ന കാര്യം അവനും അറിയിക്കുന്നത്. അവൻ എങ്ങനെയുള്ള ആളാണെന്നൊക്കെ അറിയുവാനായിട്ട് അവൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവളും ആ ഒരു സ്വപ്നത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, അവളുടെ പേര് വോൾഷിം എന്നായിരുന്നു എന്നൊക്കെ അവനും പറയുകയാണ്. അപ്പോൾ നീ നിന്നെ കുറിച്ചായിരുന്നില്ല അല്ലെ, എക്സിനെ കുറിച്ചായിരുന്നു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും അവനെ കളിയാക്കുകയാണ്. അതൊക്കെ പോട്ടെ, സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു, ഹാപ്പി എൻഡിങ് ആയിരുന്നോ അതോ സാഡ് എൻഡിങ് ആയിരുന്നോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരുടെയും സ്റ്റോറി പോലെ മാത്രമായിരുന്നു അതും എന്നൊക്കെ പറഞ്ഞിട്ട് അവനും കോഫിയൊന്നും കുടിക്കാതെ അവിടെ നിന്നും പോകുന്നു. അവന് മൊത്തത്തിൽ ഒരുപാട് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവനും ഗോഡിനെ കാണുവാനായിട്ട് ചെന്നിരിക്കുകയാണ്. അവനെ കണ്ട് കഴിയുമ്പോൾ തന്നെ അവന്റെ ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചു കിട്ടിയ കാര്യമൊക്കെ ഗോഡ് മനസ്സിലാക്കുന്നു. ഞാൻ ആത്മഹത്യ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടായിരുന്നു നിങ്ങൾ എന്നെ ഒരു പിശാചാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ ഗോഡിനോട് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് സ്വർഗത്തിൽ മാത്രമല്ല നരകത്തിലും ഒരു ജോലിക്കാരന്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. നിനക്ക് മനുഷ്യരുടെ അടുത്തുള്ള ദേഷ്യമൊക്കെ കൂടിയത് കൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം വെച്ച് ഞാൻ നിന്നെ ഒരു പിശാചാക്കി മാറ്റി എന്നൊക്കെ ഗോഡും പറഞ്ഞു കൊടുക്കുന്നു. വിധി എപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ കയ്യിലുണ്ടിരുന്ന ടാറ്റു ഒക്കെ അവളുടെ കയ്യിലേക്ക് മാറിയതും നിങ്ങളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നു. ഇനിയും നിർഭാഗ്യം നിന്നെ പിന്തുടരുന്നതായിരിക്കുമെന്നൊക്കെ ഗോഡ് പറയുമ്പോഴത്തേക്കും അവനും ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. അവൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിന്റെ ഫലമായിട്ടാണ് അവൻ ഇപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്നതെന്ന കാര്യം ഗോഡും പറയുന്നു. അവനും ഇപ്പോൾ വീണ്ടും ആ ഒരു ഡ്രോയിങ് ഒക്കെ നോക്കി നിൽക്കുകയാണ്. അവൻ തിരിച്ച് ബോക്യോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ബോക്യോനോട് അവൻ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തിരിപ്പുണ്ടെന്നുള്ള കാര്യം പറയുന്നു. വോൾഷിം എന്ന പെൺകുട്ടി അത് ഡോഹി തന്നെ ആയിരുന്നു. ഞങ്ങൾ വെറുതെ കണ്ടുമുട്ടിയതൊന്നും ആയിരുന്നില്ല, വിധിയാണ് ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അപ്പോൾ നീ അവളെ കണ്ടതിന് ശേഷമാണ് മനുഷ്യനായി മാറിക്കൊണ്ടിരുന്നത് അല്ല എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിലെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഡോഹി. അതുകൊണ്ടായിരുന്നു നീ ഡോഹിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ പവേഴ്സും മിന്നി മാഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളെ കുറിച്ച് നീ ഡോഹിയോട് പറയുന്നുണ്ടോ എന്നൊക്കെ ബൊക്കി ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും അവൾ അറിയാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നൊക്കെ ആയിരുന്നു അവന്റെ മറുപടി. വോൾഷിമിനോട് അവൻ ഇപ്പോഴും സ്നേഹമുള്ളത് കൊണ്ടായിരിക്കുമോ എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാക്കുക എന്ന സംശയത്തിലൊക്കെയാണ് ഡോഹി ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇരിക്കെ സെക്രട്ടറി റൂമിലേക്ക് വരുമ്പോഴത്തേക്കും
പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൂടെയുള്ള ആള് മറ്റൊന്നും തന്നെ സംസാരിക്കാതെ അയാളെ സപ്പോർട്ട് ചെയ്ത് മാത്രം കൂടെ നിന്നാൽ പോരെ എന്നൊക്കെ അവളും ചോദിക്കുകയാണ്. ഇതാണ് ഏറ്റവും നല്ല തീരുമാനമെന്നൊക്കെ സെക്രട്ടറിയും പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡോഹിയും ഒന്നും ചെയ്യാതെ അവനു വേണ്ടി കാത്തിരിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. അമ്മേനെ കാണുന്ന ഡോഗിങ്ങും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഒന്നും അറിയത്തില്ലാത്തതുപോലെയാണ് നിങ്ങൾ ഇത്രയും നാളും പെരുമാറിയിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ശരിക്കുമുള്ള പിശാച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നു. അമ്മ ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ടായിരുന്നു ഇത്രയും നാളായിട്ടും ശിക്ഷിക്കപ്പെടാതെ ഇരുന്നതെന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും ഞാൻ എന്ത് തെറ്റായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും അമ്മയോട് ചോദിക്കുകയാണ്. നീ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അനുസരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് നീ ചെയ്ത തെറ്റ്. അതുകൊണ്ട് തന്നെ അതിന്റെ ശിക്ഷയാണ് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അമ്മ പറയുകയും അവനെ കൂടുതലായിട്ടൊക്കെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഡോഗിങ് അവിടെ വെച്ച് ഒരുപാട് വയലന്റ് ആയതിനു ശേഷം ഇനി അടുത്തതായിട്ട് നീയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവനും അകത്തേക്ക് പോകുന്നു. ഇനി ഡോഗിങ്ങിന്റെ അമ്മ അവിടെ നിന്ന് നേരെ ഒരു എക്സിബിഷൻ സെന്ററിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പെയിന്റിംഗ് ഒക്കെ മേടിച്ചതിനിടയ്ക്ക് അവൾക്കൊരു കോളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും അവളും പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുന്നു. സെഹോൺ ഡോഹിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവനും ഇപ്പോൾ ഗുവോണിനെ കാണുന്നു. കൈയൊക്കെ നേരാക്കി തന്നതിന് സ്യോഹോൺ നന്ദി പറയുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ഡോഗിങ്ങിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവന് ശരിക്കും മെന്റലി പ്രോബ്ലം ഒക്കെ ഉള്ളതാണ്. അന്ന് നീ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഡോഹിനെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് സ്യോഹോണും ഇരിക്കുന്നു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചതിൽ നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ അവൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതൊരിക്കലും ഒരു തെറ്റിദ്ധാരണ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുവോണും പോക്കുകയാണ്. അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഡോഹിയുടെ അടുത്തേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് ഡോഹിക്കും ഒരു കോള് വരുന്നത്. ആ ഒരു കോളിലാകട്ടെ ഡോഗിങ് മരിച്ചതിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡോഗിങ് ആത്മഹത്യ ചെയ്തതായിരുന്നു. ഇപ്പോൾ അവന്റെ അടക്കം നടക്കുന്നു. ഡോഗിങ്ങിന്റെ അമ്മയുടെ കയ്യിലും ഇപ്പോൾ നേരത്തെ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ള പാടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ സെഹോണും അമ്മനെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ പോകുന്നു. നിനക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയുവാനായിട്ട് മടിക്കരുതെന്ന് അവൻ പ്രത്യേകമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഡോഗി സുക്മിനെ കാണുവാൻ എത്തി കഴിയുമ്പോഴത്തേക്കും സുക്മിനും ഓരോ കാര്യങ്ങളും അറിഞ്ഞിട്ടില്ലായിരുന്നുവെന്നും എല്ലാം ഡോഗിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും ഒരു പേരന്റ് എന്ന നിലയിൽ ഞാൻ തോറ്റുപോയിരിക്കുകയാണെന്നുമൊക്കെ ഡോഹിയോടും തുറന്നു പറയുകയാണ്. ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. മാത്രമല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്തറിയുകയാണെങ്കിൽ കമ്പനിക്കും അതൊരു നാണക്കേടായി മാറുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് എല്ലാം തന്നെ ഒത്തുതീർപ്പാക്കുവാനായിട്ടായിരുന്നു സുക്മിനും ആഗ്രഹിക്കുന്നത്. ഡോഗിങ് സ്വന്തം മുത്തശ്ശിനെയൊക്കെ കൊന്നിരിക്കുകയാണ്. അവനെ എങ്ങനെയാണ് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടക്കൊക്കെ കൂടുവാനായിട്ട് സുവാനും എത്തിയിരിക്കുകയാണ്. പക്ഷെ സുവാനെ സുക്മിൻ സമാധാനപ്പെടുത്തുന്നു. നേരത്തെ ആ ഒരു കില്ലർ ഡോഗിങ്ങിന്റെ പേരൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അബ്രാസസ് എന്നൊരു പേരിലൊക്കെ ആയിരുന്നു. അത് ഒരു കഥയിലെ പേരൊക്കെയാണ്. മാത്രമല്ല ഒരു പക്ഷിനെ കുറിച്ചായിരുന്നു അതിൽ പറയുന്നതും. ആ ഒരു കഥയുമായിട്ട് അവന്റെ പേര് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴത്തേക്കും അവന്റെ ചിറകുകളൊക്കെ ഒന്ന് വിരിക്കുവാനായിട്ട് മാഡജോനെ കൊല്ലേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവരും ഓർത്തു പോക്കുകയാണ്. അവന് മറ്റു മാർഗങ്ങളില്ലാതെ ആയിരുന്നു അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവരും സംശയിക്കുന്നു. ഡോഗിങ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് ശരിക്കും സുക്മിൻ അറിയുകയില്ലായിരുന്നു എന്നൊക്കെ അവളും സംശയിച്ചു പോകുകയാണ്. സുവാൻ ആകെ ദേഷ്യപ്പെട്ടൊക്കെ ആയിരുന്നു ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നതെങ്കിലും എനിക്ക് എന്റെ അമ്മേനെയും മകനെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മിറൈ ഗ്രൂപ്പിന് ഇനി അനന്തരാവകാശികൾ ആരും തന്നെയില്ല. നിന്റെ മക്കളിൽ മാത്രമാണ് എനിക്കിപ്പോൾ പ്രതീക്ഷ ഉള്ളതെന്നൊക്കെ സുക്മിൻ പറയുമ്പോഴത്തേക്കും സ്വത്തൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ സുവാനും എല്ലാ കാര്യങ്ങളും അങ്ങ് മറന്നു കളയുകയാണ്. ഡോഹിയും ഇപ്പോൾ മാഡജുവിനെ ചെന്ന് കാണുന്നു. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവസാനിച്ചുവെങ്കിൽ പോലും ഒരു കാര്യങ്ങളും അവളുടെ മനസ്സിൽ നിന്നും അവൾക്ക് മായ്ച്ചു കളയാനായിട്ട് കഴിയുന്നില്ല. ഒരു പക്ഷേ കുറച്ചു കാലമൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാം മറക്കുമോ എന്ന സംശയമായിരുന്നു അവൾക്കും ഉണ്ടായിരുന്നത്. ഗോൺ 200 വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളല്ലേ. സമയം കഴിയും തോറും മനസ്സിലുണ്ടായിരുന്ന വേദനകൾ മാറുമോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും വേദനകൾ ഒന്നും തന്നെ അങ്ങനെ മായുകയില്ലെങ്കിൽ പോലും നമുക്ക് ഓർമ്മകളെ മായ്ച്ചു കളയുവാനായിട്ട് കഴിയുമെന്ന് അവനും പറയും. ബോക്കിയും സെക്രട്ടറിയും ഒന്നിച്ച് പാർക്കിലൊക്കെ പോയി എൻജോയ് ചെയ്യുകയാണ്. എനിക്ക് എല്ലാ രീതിയിലുള്ള സ്വീറ്റ്സും ബോക്കിയോനെയും ഇഷ്ടമാണെന്നൊക്കെ സെക്രട്ടറി പറയുമ്പോഴത്തേക്കും അവന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നു. നീ നാളത്തെ പെർഫോമൻസ് ഒക്കെ കാണുവാനായിട്ട് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ബോക്കിയും പെർഫോമൻസിന്റെ ഒരു ടിക്കറ്റ് ഒക്കെ നൽകുമ്പോഴത്തേക്കും പേഴ്സണൽ ലൈഫിന്റെ ഇടയ്ക്ക് വർക്ക് കൊണ്ടുവരാനായിട്ട് പാടില്ല എന്നൊക്കെ ആയിരുന്നു സെക്രട്ടറിയും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കമ്പനിയിലെ 3 പേര് പാർക്കിലേക്കൊക്കെ എത്തുന്നത്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും സെക്രട്ടറിനെ അവർ തിരിച്ചറിയാതിരിക്കുവാനായിട്ട് സെക്രട്ടറിയും പെട്ടെന്ന് തന്നെ കിസ്സൊക്കെ ചെയ്തിരിക്കുന്നു. പബ്ലിക് പ്ലേസിൽ ഇതുപോലെ കിസ്സൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരും അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്നും പോകുന്നു. ഗായകന്റെ പെർഫോമൻസ് ഒക്കെ കാണുവാനായിട്ട് ഗുവോണും ഡോഹിയും കൂടെ ഒന്നിച്ചെത്തിയിരിക്കുകയാണ്. ആ ഒരു പെർഫോമൻസിനൊക്കെ ശേഷം അവളും കൊറിയ തന്നെ ഉപേക്ഷിച്ച് പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുവാനായിട്ട് ഗുവോണിനെയും കൂടി സ്റ്റേജിലേക്കൊക്കെ അവർ ക്ഷണിക്കുന്നു. പെയിന്റിങ്ങില് വാളൊക്കെ ആയിട്ട് ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടീനെ നോക്കിക്കൊണ്ട് ഗുവോൺ നിൽക്കുന്നത് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അതേ രീതിയിലൊക്കെ എന്നെ നോക്കുവാനായിട്ടായിരുന്നു ഞാനും ഈ ഒരു നൃത്തമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്.
പക്ഷേ ഇപ്പോളാകട്ടെ അവൻ ആ രീതിയിലൊക്കെ ഡോഹീനെ നോക്കുന്നുണ്ട്. അവനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്കെന്റെ നൃത്തം നഷ്ടപ്പെട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യുവാനായിട്ട് കേറുന്നു. ഗായക നൃത്തം ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും മനുഷ്യനായിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗോവൺ ഓർത്തുകൊണ്ട് വരുന്നത്. ഗോവന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നത് കാണുമ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചതെന്ന കാര്യമൊക്കെ ഡോഹിയും അവന്റെ അടുത്ത് ചോദിക്കുന്നു. ഞാൻ സ്നേഹിച്ച പെൺകുട്ടീനെ കുറിച്ച് ആൾക്കാർ ചേർന്ന് കൊന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും അവരോടുള്ള ദേഷ്യം കാരണം അവരെ എല്ലാവരും ഞാൻ കൊന്നു. ഒരുപക്ഷെ ഞാൻ അവളെ സ്നേഹിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അവളെ നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഞാൻ കാരണം നിനക്കും കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുമോ എന്ന പേടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നൊക്കെ ഗോവൺ അവളോട് പറയുമ്പോഴത്തേക്കും ഡോഹി ആകട്ടെ, നീ എന്റെ കൂടെ ഇല്ല എങ്കിലാണ് എന്റെ ജീവിതത്തിൽ കഷ്ടതകളൊക്കെ ഉണ്ടാക്കുക. അഥവാ കഷ്ടതകൾ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നീ എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അതെല്ലാം തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഡോഹിയും പറയുകയാണ്. ഗോണും വിധിയെന്ന ഒന്നുണ്ടെങ്കിൽ ഈ തവണയെങ്കിലും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കെ ഗായക പെർഫോം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ബട്ടർഫ്ലൈസ് ഒക്കെ അതിൽ പറന്നു വരികയാണ്. ഡോഹയും ഗോണും ഒന്നിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഗായകവും മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു. മാഡം ചോ ഒരു പള്ളിയിലച്ഛനൊക്കെ കാണുവാനായിട്ട് പോകുമായിരുന്നല്ലോ, ആ ഒരു അച്ഛനൊക്കെ കാണിക്കുകയാണ്. ഡോഹയുടെ പേരൻസിന് ആക്സിഡന്റ് ഒക്കെ നടന്ന അന്ന് ഞാനും ഒരു ഡെവിളിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് മാഡഞ്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോണും വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളെ ചിരിച്ചു കാണിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന എഗ്രിമെന്റ് ഒക്കെ കത്തിച്ചു കളയുകയാണ്. ആ ഒരു സമയത്ത് ഡോഹയുടെ ഫോൺ കോൾ ഒക്കെ വരുന്നുണ്ടായിരുന്നു. അവനും അവിടെ നിന്ന് നടക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും മാഡഞ്ചുവിനെ കാണുന്ന അവനാകട്ടെ മാഡഞ്ചുവിനെ ചിരിച്ചു കാണിക്കുന്നു. ഈ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ 12th എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി വെറും 4 എപ്പിസോഡ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.